മണ്ഡലം മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്നതോടെ ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമായ എരുമേലിയിൽ ഉൾപ്പെടെ വലിയ തിരക്കാണ്. എരുമേലി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും തീർത്ഥാടകർ എത്തിയ വാഹനങ്ങൾ നിറഞ്ഞ് ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി എരുമേലി ശബരി ഓഡിറ്റോറിയത്തിന്റെ 1-ാം നിലയിൽ റവന്യൂ വകുപ്പിന്റെ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഗതാഗതവും വാഹനങ്ങളുടെ സുരക്ഷയും സംബന്ധിച്ച കാര്യങ്ങൾ ഈ നിയന്ത്രണ കേന്ദ്രമാണ് നിരീക്ഷിക്കുക. എരുമേലി പട്ടണത്തിലും തീർത്ഥാടകർ എത്തുന്ന പ്രധാന കേന്ദ്രങ്ങളിലും പോലീസിന്റെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി എല്ലായിടത്തും ക്യാമറ നിരീക്ഷണത്തിലാണ്. തീർത്ഥാടകരുടെ സൗകര്യത്തിനായി പമ്പയിലേക്ക് പ്രത്യേക സർവീസുകൾ നടത്താൻ KSRTC നടപടികൾ പൂർത്തിയാക്കി. നിലവിൽ വിവിധ ഡിപ്പോകളിൽ നിന്നായി 20 ബസ്സുകളാണ് എരുമേലിയിൽ എത്തിച്ചിട്ടുള്ളത്. ഇതിൽ 6 ബസ്സുകൾ പമ്പയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. കൂടുതൽ തീർത്ഥാടകർ എത്തുന്നതിനനുസരിച്ച് മറ്റു ബസ്സുകളും സർവീസ് ആരംഭിക്കും. വലിയമ്പലം വളപ്പിൽ നിർമ്മാണം പുരോഗമിക്കുന്ന അന്നദാന മണ്ഡപത്തിന്റെ 2 നിലകൾ ഇത്തവണ വിരിപ്പന്തലിനായി തുറന്നുകൊടുത്തിരിക്കുകയാണ്. ഒരേ സമയം 400 തീർത്ഥാടകർക്ക് ഇവിടെ വിരിവെച്ച് വിശ്രമിക്കാൻ സാധിക്കും. കാനനപ്പാത വഴിയുള്ള തീർത്ഥാടകരുടെയും എണ്ണം വർദ്ധിച്ചു വരികയാണ്.